ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാർട്ടൂൺ ഫോട്ടോ എങ്ങനെയാണ് നമ്മൾ വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആർക്കും മൊബൈലിൽ 5 മിനിറ്റ് കൊണ്ട് ആ കാർട്ടൂൺ ഫോട്ടോ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ട്രെൻഡിങ് ആയി നിൽക്കുന്നൊരു ഫോട്ടോ തന്നെയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് വീഡിയോ ഇടുന്നത് തന്നെ. അപ്പം എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്യുക, എന്നിട്ട് എല്ലായിടത്തും കൊണ്ട് അപ്ലോഡ് ചെയ്ത് ഇതാക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചു തരാം ഈ വീഡിയോയിൽ. അതിനാവശ്യമുള്ള ആപ്പും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് വീഡിയോ കാണാതെ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പാളിപ്പോവും. അപ്പോൾ എല്ലാവരും മുഴുവൻ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ആപ്പൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾ അതിന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് പോകാം. അതിൻ്റെ മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് മുന്നിൽ നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ന്യൂൺ ആപ്പ് എന്നാണ്. അപ്പോൾ അത് എടുത്തതിന് ശേഷം ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആവും. അതിൽ കണ്ടിന്യൂ അടിച്ച് ഇതടിക്കാം. അതിനുശേഷം ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആവും. പൈസ കൊടുത്ത് വാങ്ങുന്നവർക്ക് വാങ്ങാം, അല്ലെങ്കിൽ ആ മേലത്തെ ഇൻഡ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇവിടെ ഇല കൊടുക്കുക. നിങ്ങൾ ഇല കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്യണം. നമ്മൾ ഈ ഫോട്ടോ ഫേസ് സൂം ചെയ്തിട്ടുള്ളൊരു ഏതെങ്കിലും ഫോട്ടോ എടുക്കാം. ഓക്കെ, ഫേസ് അടുത്ത് വരുന്നത്, നമ്മുടെ ഫോട്ടോൻ്റെ ഫേസ് അടുത്ത് വരുന്നത് ഏതെങ്കിലും ഫോട്ടോസ് എടുക്കണം. അല്ലാതെ ദൂരത്ത് ഫേസ് അധികം സൂം അല്ലാത്തത് എടുത്തിട്ട് കാര്യമില്ല. ഈ ആപ്പിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമുക്ക് ഫേസ് അടുത്ത് വരുന്ന ഒരു ഫോട്ടോ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആദ്യം അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ആഡ് ഒന്ന് ഒഴിവാക്കുക. ആഡ് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഫോട്ടോ കറക്റ്റ് ഒന്ന് വെച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അങ്ങനെ ലോഡായി കൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പല രീതിയിലുള്ളതുണ്ട്. ബാക്കിൽ എന്തൊക്കെ വേണമെന്നുള്ളത്. ഇപ്പം ഞാനിപ്പോൾ ഇതാണ് എടുക്കുന്നത്. ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ട് നിൽക്കുന്നത്. ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു കളറിലുള്ളത് നമുക്ക് എടുക്കാം. എന്നിട്ട് അവിടെ അപ്ലൈ എന്ന് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഞാൻ ഈ ഫുള്ളായിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് അപ്ലൈ എന്ന് കൊടുക്കുക. ആണെങ്കിൽ ഇവിടെ റൈസൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കൊരു ആവശ്യമില്ല. അപ്പോൾ ഇവിടെ അപ്ലൈ എന്ന് കൊടുത്ത് മുകളിൽ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ഒരു ആഡ് ഒന്ന് ക്ലോസ് ചെയ്യണം. വന്നതിന് ശേഷം ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ സേവ് ആയിട്ടുണ്ട്. എല്ലായിടത്തും ഇവിടെ സേവ് ആയിട്ടുണ്ട്. അത് പൈസ എടുത്ത് വാങ്ങണമെങ്കിൽ വാങ്ങാം കേട്ടോ, അല്ലാതെ ഫ്രീ ആയിട്ട് സേവ് ആക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കണം. അടുത്ത ആപ്ലിക്കേഷനാണ് പിക്സാർട്ട്. പിക്സാർട്ട് എടുത്തതിന് ശേഷം പിക്സാർട്ട് ഓപ്പൺ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഈ ആഡ് ഒന്ന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ
പ്ലസ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് എ ഫോട്ടോ എന്നുള്ളത് എടുക്കുക. അതിൽ ഫസ്റ്റത്തെ ആ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ക്ലോസ് ചെയ്യുക. യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് എത്തും. ഇവിടെ ഒരു ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ സെക്കൻഡ് ആൾഡ് ഉള്ളതൊന്ന് അതും ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതൊന്ന് വലുതാക്കി കൊടുക്കുക. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഒരു ആഡ് ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ എടുത്ത് വെച്ച ആ ഫോട്ടോ ഒന്ന് എടുക്കുക. ഇത് കറക്റ്റ് നടുവിലായിട്ട് കറക്റ്റ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ എറൈസിൻ്റെ ചിഹ്നം മോൾ ഭാഗത്ത് എറൈസിൻ്റെ ചിഹ്നം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സെലക്ട് എന്നുള്ളതിൽ പേഴ്സൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലോ കണ്ട് പോയി. പിന്നെ എറൈസ് ഇത് ഈ മൂന്നാമത്തെ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എറൈസ് എന്നുള്ളതിൽ. അപ്പോൾ നമുക്ക് സൈസൊക്കെ ഉണ്ട്, അതൊന്ന് അവിടെ തന്നെ കാട്ടെ. എന്നിട്ട് നമ്മളൊന്ന് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യാം. സൈസ് കുറച്ച് കൂട്ടി കഴിഞ്ഞാൽ ലാസ്റ്റ് എത്തുമ്പോൾ ഒന്ന് സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് ചെറുതാക്കി കൊടുക്കുക. അങ്ങനെ അത് ഫുള്ളായിട്ട് ചെറുതാക്കി കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് ആ സ്ക്രാച്ച് ചെയ്ത് പോയി വെക്കുക. ഓക്കെ, അത് ഫുൾ സ്ക്രാച്ച് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ വേറെ ഒന്നുമില്ല, ഫുൾ സ്ക്രാച്ച് ചെയ്ത് മെല്ലെ മെല്ലെ അത് ഒഴിവാക്കുക. സൂം ചെയ്തൊക്കെ റെഡിയാക്കി കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ഒന്ന് ഫേസിലേക്ക് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് ഇറക്കി കൊടുക്കുക. ഒന്ന് സൂം ചെയ്ത് വലുതാക്കി കറക്റ്റ് ഒന്ന് വെച്ചെടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട് കിട്ടിയിട്ട് എത്ര പണിയുള്ളൂ നമുക്ക്. ഒന്ന് എളുപ്പമാണ്, വെരി ഈസി. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നിർമ്മിക്കാം. ട്രെൻഡിങ് ആയിട്ടുള്ള, ഇപ്പോൾ ട്രെൻഡിങ് ആണ് ഈ ഒരു ഫോട്ടോ. അതാണ് ഇത്രയും പെട്ടെന്ന് വീഡിയോ ഇടാൻ കാരണം. ലേറ്റായി എന്ന് തോന്നുന്നു നമ്മൾ വീഡിയോ ഇടാൻ. കറക്റ്റായിട്ട് വെക്കാം. കറക്റ്റ് ആ ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് സേവ് അടിക്കാം.
സേവ് ടു ഗാലറി ആയിട്ടുണ്ട്. ഒന്ന് ക്ലോസ് ചെയ്ത് നമുക്ക് ഗാലറി പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഗാലറിയിൽ നമുക്ക് ഈ സേവ് ആയിട്ടുള്ളത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എത്ര പണിയുള്ളൂ, നമുക്ക് എവിടെ ആണെങ്കിലും ഇനി ഇതിവിടെ ഷെയർ ചെയ്യാം. ഓക്കെ, ഗാലറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. കണ്ട അവിടെ കണ്ട, ഇനി നമുക്ക് എവിടെ ആണെങ്കിലും ഷെയർ ചെയ്യാം. വാട്സപ്പ്, ഫേസ്ബുക്ക്, എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് ഷെയർ ചെയ്യാം. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെറും 5 മിനിറ്റ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. ഇതിനൊരു എഡിറ്റിങ്ങിൻ്റെയും ഇത് ആവശ്യമില്ല. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. 5 മിനിറ്റ് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് ഈ കാർട്ടൂൺ ഫോട്ടോ എന്ന് കാണുമ്പോൾ കുറച്ച് ഇതുണ്ടാവും. പക്ഷേ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി തന്നെ ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവർക്കും ട്രെൻഡിങ് ആയി ഫോട്ടോ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ അത് നിങ്ങളിത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അതിന് എന്തായാലും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും വരും.